നമ്മൾ VFAക്ക് വേണ്ടി ഇന്നൊരു ടൈം ടേബിൾ ഇട്ടു. അപ്പോൾ അതിൽ കുറച്ച് ടോപ്പിക്കൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇടാത്തത് നമുക്ക് ഇടാം. അപ്പം ഞാനിവിടെ നേടിയ മലയാളികൾ നമ്മൾ ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ച് ഡീറ്റെയിൽസ് കുറവാണ്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ജ്ഞാനപീഠം കൊടുക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൻ്റെ ഓണേഴ്സാണ്. അതിൽ ശാന്തി പ്രസാദ് ജെയിനാണ് ഇത് സ്ഥാപിച്ചത്. അവരെ ആദ്യം സിംഗിളായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ അതൊരു ട്രസ്റ്റാക്കി, ജ്ഞാനപീഠം ട്രസ്റ്റാക്കിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ജ്ഞാനപീഠം ഏർപ്പെടുത്തിയത് 1961 മെയ് 22 അവരത് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്നത് ഒരു മലയാളിക്കാണ്. ഏകദേശമല്ല 11 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഒക്കെ അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. നിലവിൽ 23 ഭാഷകൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഇംഗ്ലീഷ് 2013 മുതലാണ് കൊടുത്തു തുടങ്ങി. ഇംഗ്ലീഷ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഇംഗ്ലീഷിൽ എഴുതുന്ന കൃതികൾക്ക്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ജ്ഞാനപീഠം ആദ്യമായിട്ട് ലഭിക്കുന്നത് ഒരു മലയാളിക്കാണ്. അത് നമ്മുടെ ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ആദ്യമായിട്ട് ലഭിക്കുന്നത്. ഇനി ജ്ഞാനപീഠം രണ്ടാമത് ലഭിക്കുന്നത് ഒരു ബംഗാളി കൃതിക്കാണ്. ഗണദേവത എന്ന് പറയുന്ന കൃതിക്ക് 1966 അത് എഴുതിയത് താരാശങ്കർ ബാനർജിയാണ്. പിന്നെ ജ്ഞാനപീഠം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തി ആദ്യ വനിത എന്ന് പറയുന്ന ആശാപൂർണാദേവിയാണ്. 1976 ആശാപൂർണാദേവിയാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച വനിത. ബംഗാളി ഭാഷയിലാണ് അവർ എഴുതിയത്. അവരുടെ കൃതിയുടെ പേര് പ്രഥം പ്രതിശ്രുതി എന്നാണ്. പ്രതിശ്രുതി എന്നാണ് ആശാപൂർണാദേവിയുടെ കൃതിയുടെ പേര്. പിന്നെ ജ്ഞാനപീഠം ലഭിച്ച രണ്ടാമത്തെ വനിത എന്ന് പറയുന്നത് 1981 അമൃത പ്രീതമാണ് കേട്ടോ. അമൃത പ്രീതം ജ്ഞാനപീഠം ലഭിച്ച രണ്ടാമത്തെ വനിത അമൃത പ്രീതമാണ്. അവർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവസാനമായിട്ടൊരു പ്രത്യേക കൃതിക്ക്, അതായത് ഇന്ന കൃതിക്കാണ് എന്ന് പറഞ്ഞ് അവസാനമായിട്ടൊരു കൃതിക്ക് ഇത് ജ്ഞാനപീഠം ലഭിക്കുന്നത് അമൃത പ്രീതത്തിനാണ്. അതുപോലെ തന്നെ മഹാദേവി വർമ്മയ്ക്ക് 1982 കൃതികൾ പിന്നെ ഒരു പ്രത്യേക കൃതിക്ക് കൊടുക്കാതെ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മഹാദേവി വർമ്മയ്ക്കാണ് 1982 ആദ്യമായിട്ട് സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പോൾ പ്രത്യേക കൃതിക്ക് ആദ്യം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിന്, അവസാനം കിട്ടിയത് അമൃത പ്രീതത്തിന് 1981. സമഗ്ര സംഭാവനയ്ക്ക് ആദ്യമായിട്ട് കിട്ടിയത് 1982 മഹാദേവി വർമ്മയ്ക്കാണ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത് കിട്ടിയ മലയാളി SK പൊറ്റക്കാടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന കൃതിക്ക് 1980. അത് കഴിഞ്ഞ് 1984 തകഴി ശിവശങ്കരപ്പിള്ളയുടെ കയറ്. അത് കഴിഞ്ഞ് 1995 MT വാസുദേവൻ നായർക്ക്. അത് കഴിഞ്ഞ് 2007 ONV കുറുപ്പിന്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും. ഏറ്റവും പ്രായം കൂടിയ ജ്ഞാനപീഠ ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ 93 വയസ്സിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. അതുപോലെ ജ്ഞാനപീഠം നേടിയ ആദ്യ നോവലിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ താരാശങ്കർ ബന്ദോപാധ്യായ പറയണം. ബംഗാളി കവിയാണ് കേട്ടോ, ബംഗാളി നോവലിസ്റ്റാണ്. സംസ്കൃത ഭാഷയിൽ കിട്ടിയത് സത്യവത ശാസ്ത്രിക്കാണ്. 2006 സംസ്കൃത ഭാഷയിൽ ആദ്യമായിട്ടിടുന്ന ഏക വ്യക്തിയും സത്യവത ശാസ്ത്രിയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഒരു കൃതിക്ക് കൊടുത്തു തുടങ്ങി. പിന്നെ അത് സമഗ്ര സംഭാവനയിലേക്ക് എത്തിയെന്നതാണ്. ഏകദേശം 1981 82 തൊട്ടൊക്കെ 82 മുതൽ അവർ സമഗ്ര സംഭാവനയ്ക്കാക്കി. നമ്മുടെ മലയാളികളുടെ ലിസ്റ്റ് എടുത്താൽ ഈ 6 പേരാണുള്ളത്. ആദ്യം കിട്ടിയ ജി ശങ്കരക്കുറുപ്പിനും അവസാനം കിട്ടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും. ഓക്കെ, താങ്ക് യു.